ഇപ്പോൾ PV അൻവർ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ഇന്നുണ്ടായിരുന്ന അധികാരത്തിൻ്റെ 10 ഇരട്ടി അമിതാധികാരം കൊടുക്കുന്ന ഒരു നിയമവ്യവസ്ഥയാണ് വരാനിരിക്കുന്ന കേരളം കാത്തിരിക്കുന്നത്. ഇതിൽ തന്നെ നമുക്കറിയാം വന്യജീവി ആക്രമണം നമ്മളിതൊരു സാധാരണ സംഭവമായി കേരളത്തിൽ മാറിയിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ ഇതൊരു വലിയ വാർത്തയാകുമായിരുന്നു, വലിയ ചർച്ചയാകുമായിരുന്നു, രാത്രി ചർച്ചകളിൽ ഇത് വിഷയമാകുന്നു. അവിടെ നിന്നൊക്കെ മാറിയിട്ട് സാധാരണഗതിയിൽ നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുന്നത് പോലെ ഇതൊരു സ്വാഭാവിക പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ് എന്ന് വരുത്തി തീർക്കത്തക്ക രീതിയിൽ ഇവിടുത്തെ ഭരണകക്ഷി ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾ ആ രീതിയിലേക്ക് മാറിയുന്ന അവസ്ഥ നാട്ടിലുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് തടയപ്പെടാൻ ബാധ്യസ്ഥരായ ഗവൺമെൻറ് ഇക്കാലം അത്രയും നമ്മളോട് പറഞ്ഞിരുന്നത് ഇത് കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്രവന നിയമമാണ്, നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സർക്കാർ മാറുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അതിലേക്കാണ് സംസ്ഥാന വന നിയമത്തിലൊരു വലിയ ഭേദഗതി കൊണ്ടുവന്നുകൊണ്ട് മനുഷ്യരെ മുഴുവൻ കൊന്നൊടുക്കാനുള്ളൊരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് തന്നെ മലയോര മേഖലയിൽ ജീവിക്കുന്ന മനുഷ്യർ മൊത്തത്തിൽ അവിടെ ജീവിക്കാൻ കഴിയാതെ കിട്ടുന്ന വിലക്ക് ഇത് വിറ്റ് പൊറുക്കി താഴേക്ക് വരുന്ന സാഹചര്യം കൂടിയുണ്ട്. അവിടെയാണ് ഈ നിയമത്തിൻ്റെ വരാൻ പോകുന്ന നിയമത്തിൻ്റെ ഭീകരതയുടെ പ്രസക്തി ഏറുന്നത്. അതുകൊണ്ടാണ് ഈ വിഷയം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത്. ഇന്നലെയൊക്കെ CPMൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ചില നേതാക്കന്മാർ പറയുന്നത് കേട്ട് അന്നൊരു 4 ആളില്ലാത്തത് കൊണ്ട് ഇതിന് ഇറങ്ങി തിരിച്ചതാണെന്ന്. അവരോട് എനിക്ക് പറയാനുള്ളത്, മാധവ് ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നത് നടപ്പിലാക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ നിലപാടെടുത്തപ്പോൾ, സെൻട്രൽ ഗവൺമെൻറ് നിലപാടെടുത്തപ്പോൾ ഈ പറയുന്ന കർണാടകയിലെയും തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ജനങ്ങളെ ഒരുമിപ്പിച്ച് വെസ്റ്റേൺ ഗട്ട്സ് പീപ്പിൾസ് പ്രൊട്ടക്ഷൻ ഫോറം എന്നൊരു ഫോറം ഉണ്ടാക്കി 2013 ഫോറം ഉണ്ടാക്കി കേരള ഇന്ത്യൻ സുപ്രീം കോടതിയിൽ കക്ഷി അതിൻ്റെ ചെയർമാൻ എന്ന നിലയ്ക്ക് കക്ഷി ചേർന്നിട്ടുണ്ട് ഞാൻ. അത് കഴിഞ്ഞ് ഗ്രീൻ ട്രിബ്യൂണൽ അന്ന് കേസ് നടത്തിയിട്ടുണ്ട്. അന്ന് ഇവിടുത്തെ യൂണിറ്റുകളെ വേർതിരിക്കണം. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അന്ന് വില്ലേജായിരുന്നു. കേരളം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വിഷയം എന്താണ്? നിങ്ങളും കൂടെ അത് മനസ്സിലാക്കണം. ഈ കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ മറ്റു സംസ്ഥാനങ്ങളിലെ പോലെ റിസർവ് ഫോറസ്റ്റ് മാത്രമല്ല കേരളത്തിലുള്ളത്. 977 ഇവിടെ നിയമങ്ങൾ ശക്തമായപ്പോൾ empty ആയി കിടന്ന ഒരുപാട് ഭൂമികൾ, റവന്യൂയുടെ കയ്യിലുണ്ടായിരുന്ന ഭൂമികൾ, ആ ഭൂമികൾ ഫോറസ്റ്റിന് കൈമാറിയപ്പോൾ എന്ത് സംഭവിച്ചു? മനുഷ്യർ ജീവിക്കുന്ന ഏരിയയിൽ 25 ഏക്കർ ഫോറസ്റ്റിന് കൊടുത്തു, 50 ഏക്കർ കൊടുത്തു, 100 ഏക്കർ കൊടുത്തു, 200 ഏക്കർ കൊടുത്തു. എന്തിനേറെ പറയുന്നു, 2 ഏക്കർ ഭൂമി വരെ ആ കാലഘട്ടത്തിൽ റവന്യൂ ഇവർക്ക് കൈമാറി. ഇവിടെയൊക്കെ എന്ത് പറ്റി? വനവൽക്കരണം നടന്നു. അപ്പോൾ കേരളത്തിലെ ഒരു പുതിയ സ്ഥിതി എന്ന് പറയുന്നത് ഒരു 100 ഏക്കർ കാടുണ്ടാവും, അതിൻ്റെ അപ്പുറത്തൊരു വില്ലേജ് ഉണ്ടാവും, അതിൻ്റെ അപ്പുറത്ത് 10 ഏക്കർ കാടുണ്ടാവും, അതിൻ്റെ അപ്പുറത്തൊരു വില്ലേജ് ഉണ്ടാവും. അപ്പോൾ ഇടകലർന്നു മനുഷ്യ ജീവിതവും ഫോറസ്റ്റും ഇടകലർന്ന ഒരു സാഹചര്യം ഭൂമിശാസ്ത്രപരമായിട്ട് മാറിയ ഒരു സ്ഥലമാണ് കേരളം. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ജനങ്ങൾ പോയി ഫോറസ്റ്റിൽ വീട് വെച്ചതല്ല, ജനങ്ങൾ നിൽക്കുന്നിടത്തേക്ക് ഫോറസ്റ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് കേരളം. അവിടെയാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. റിസർവ് ഫോറസ്റ്റിലേക്ക് ആരെങ്കിലും പോകുന്നുണ്ടോ? അത് റിസർവായി കിടക്കും. എവർഗ്രീൻ ഫോറസ്റ്റ് ഉണ്ട്, അത് എവർഗ്രീൻ ഫോറസ്റ്റായി കിടക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇവിടെ വന്യജീവികൾ വന്നുകൂടാൻ തുടങ്ങി. ഇതവിടെ ആവാസ വ്യവസ്ഥ അവരുടെ കേന്ദ്രങ്ങളായി മാറി. ഇത് വരുന്ന സമയത്ത് തന്നെ ഇവിടുന്ന് ഇവരെ തുരത്താനുള്ള നിലപാട് ഗവൺമെൻറ് തീരുമാനിക്കേണ്ടിയിരുന്നു. അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഭാഗത്തുനിന്നുണ്ടായില്ല. അപ്പോൾ നിലമ്പൂരിനെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകം പറയുകയാണെങ്കിൽ 70% ഫോറസ്റ്റാണ്. എങ്ങനെ 70%? അതിൽ 30% താഴെയാണ് റിസർവ് ഫോറസ്റ്റ് ഉള്ളത്. ബാക്കി വരുന്ന 40% ഇങ്ങനെ പിടിച്ചെടുത്താണ്. അപ്പോൾ ഒരു റോഡ് ഇങ്ങനെ പോകും, അവിടെ ഫോറസ്റ്റ് ഉണ്ടാവും, അവിടെ ടാർ ചെയ്യാൻ സമ്മതിക്കില്ല. ഇലക്ട്രിക് ലൈൻ ഇങ്ങനെ വന്നാൽ അവിടെ നിർത്തണം, അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. കുടിവെള്ള ലൈൻ ഇപ്പുറത്ത് നിർത്തണം, അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഇതൊന്നും മുമ്പുണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാവരും കൂടി ഇത് വളഞ്ഞിട്ട് പിടിക്കുകയാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ യഥാർത്ഥത്തിൽ പരിപൂർണമായിട്ടും സാമൂഹ്യ വിരുദ്ധരായി ഗുണ്ടകളായി മാറും ഈ നിയമം വന്നാൽ. നിങ്ങൾ എഴുതി വെച്ചോ, കേരളത്തിലെ ഒഫീഷ്യൽ ഗുണ്ടകൾ ആരാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായി മാറ്റുന്ന നിയമമാണ്. ഇന്ന് തന്നെ അവരുടെ സാന്നിധ്യം, അവരുടെ അക്രമം നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല. ഇവിടെ മൃഗങ്ങളെ കേരളത്തിലേക്ക് ആകർഷിക്കുകയാണ്, ജനവാസ മേഖലയിലേക്ക് ആകർഷിക്കുകയാണ്. ഫോറസ്റ്റിൻ്റെ അകത്തുണ്ടാകേണ്ട ആനക്കടക്കം തിന്നാനുണ്ടാവേണ്ട ഭക്ഷ്യവസ്തുക്കളില്ല. കാര്യമായിട്ട് ഓടയും മുളയുമാണ്.
ഈ മലമ്പ്രദേശത്തൊക്കെ മുമ്പ് കണ്ടമാനുണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ അവർ വെട്ടി വെളുപ്പിച്ചു. അവിടെ വേറെ ആനക്ക് തിന്നാൻ പറ്റാത്ത വൻമരങ്ങൾ പിടിപ്പിച്ചു. സ്വാഭാവികമായിട്ടും ഈ ആന ഭക്ഷണം കഴിക്കാൻ എങ്ങോട്ട് പോകും? കാട്ടിൽ ആനക്ക് തിന്നാനൊന്നുമില്ല. തിന്നാൻ കിട്ടാതെ ആകുമ്പം ആനകൾ ഈ ഭക്ഷണം തേടി വരികയാണ്. ഭക്ഷണം തേടി ആനകളെ വരുത്തുകയാണ്. കുടിവെള്ള സ്രോതസ്സുകൾ സ്വാഭാവികമായിട്ട് കാട്ടിൻ്റെ അകത്തുണ്ടായിരുന്ന സ്രോതസ് പോയി നോക്കണം. 45,000 മനുഷ്യർ ജീവിച്ചിരുന്ന നാടാ. ഇന്ന് അവിടെ 5,000 ആളില്ല. വനനിയമ ഭേദഗതി ബില്ലിനെതിരെയും വനം വകുപ്പിനെതിരെയുമുള്ള ആരോപണങ്ങളിൽ ശക്തമായി പ്രതിരോധം തീർക്കാൻ ഒരുങ്ങുകയാണ് PV അൻവർ. അതിന് മുന്നോടിയായുള്ള സൂചനകൾ നൽകുന്ന വാക്കുകളാണ് PV അൻവർ പങ്കുവച്ചുകൊണ്ടിരുന്നത്. ഏതായാലും റിമാൻഡിൽ ആയതിനു ശേഷം ആദ്യമായി UDF നേതാക്കളെ കാണാൻ ഒരുങ്ങുന്നുമുണ്ട് PV അൻവർ. അതിൻ്റെ ഭാഗമായി ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താനും അൻവർ തീരുമാനിച്ചിട്ടുമുണ്ട്. വനനിയമ ഭേദഗതി ബില്ല്, വനം വകുപ്പിനെതിരെയുള്ള നിലപാട്, ഇവയിൽ ശക്തമായ പ്രതിരോധം തീർക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് PV അൻവർ മുന്നോട്ടേക്ക് വെക്കുന്നത്. അതിന് കൂട്ടായ ശ്രമം UDFിൻ്റെ പിന്തുണയോടുകൂടിയുള്ള തന്നെയുള്ള ശ്രമത്തിലൂടെ രാഷ്ട്രീയമായി മുന്നോട്ട് പോകാനും അൻവർ ഈ ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നുമുണ്ട്. ഇന്നലെ ജയിലിൽ നിന്നിറങ്ങിയ സാഹചര്യത്തിൽ മുതൽ അൻവർ ഇക്കാര്യങ്ങളെപ്പറ്റി സൂചനകൾ നൽകിയിരുന്നു. അതിന് മുന്നോടിയായി തന്നെയാണ് ആദ്യ കൂടിക്കാഴ്ച ലീഗ് നേതാക്കളുമായി നടത്താൻ അൻവർ ഉദ്ദേശിക്കുന്നത്. അൻവർ പാണക്കാട് എത്തുമെന്നുള്ള സൂചനകളും ഈ ഘട്ടത്തിലുണ്ട്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവരെ കാണുന്നുണ്ട്. വനം വന്യജീവി പ്രശ്നങ്ങൾ കേരളത്തിലെ വിവിധ ജില്ലകളിൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് സമൂഹ മാധ്യമത്തിലേക്ക് ഇക്കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാവുന്ന സാഹചര്യത്തിലുമാണ് കഴിഞ്ഞ ദിവസം നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് അക്രമത്തെ തുടർന്ന് PV അൻവർ അറസ്റ്റിലാവുന്നത്. ആ വാർത്താ സമ്മേളനത്തിലേക്ക് വീണ്ടും. അത് നമ്മുടെ ഗവൺമെന്റ് ചെയ്യേണ്ട ലോകത്തിന്റെ ആവശ്യമാണ് പശ്ചിമഘട്ടത്തിന്റെ വനവ്യാപ്തി വർദ്ധിപ്പിക്കൽ. അപ്പൊ അതിലേക്ക് കൊടുക്കുന്ന ഫണ്ടാണ് നമ്മൾ ഈ പറയുന്ന കാർബൺ ഫണ്ട്. എന്തുകൊണ്ടാണ് കാർബൺ ഫണ്ട്? ലോകത്ത് കാർബൺ ഉൽപ്പാദിപ്പിക്കുന്നത്, അതായത് വലിയ ഇൻഡസ്ട്രിയൽ രാജ്യങ്ങൾ ഈ കാർബൺ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആ കാർബൺ ചൂട് വർദ്ധിക്കുന്നുണ്ട്. നമ്മുടെ വാഹനമൊക്കെ എന്താ പെട്രോൾ മാറ്റി ഡീസൽ മാറ്റി പെട്രോളും CNG ആക്കുന്നത് പുക നിയന്ത്രിക്കാനാണ്, കാർബൺ നിയന്ത്രിക്കാനാണ്. ഇതിന്റെ ആവശ്യം എന്താണ്? ഇത് പ്രകൃതിയിലേക്ക് ഒരു ചൂട് വർദ്ധിക്കുന്നത്. ഇത് ഒഴിവാക്കാൻ, ഇത് നിയന്ത്രിക്കാൻ പല വ്യവസായ രാജ്യങ്ങളും അവർ ഉത്പാദിപ്പിക്കുന്ന വ്യവസായങ്ങൾ കുറയ്ക്കണം എന്ന് പറയുവാൻ തയ്യാറായില്ല. അങ്ങനെയാണ് 2014-15 പാരീസിൽ വെച്ചിട്ട് യുണൈറ്റഡ് നേഷൻസ് ഇങ്ങനെ സമ്മേളനം നടത്തുക. പാരീസ് കോൺഫറൻസ് എന്നാണ് പറയാം. ആ കോൺഫറൻസിലെടുത്ത തീരുമാനമാണ് എന്ത്? ഇത്തരത്തിലുള്ള രാജ്യങ്ങൾ കാർബൺ ഉത്പാദിപ്പിക്കുന്നത് അവർ കുറയ്ക്കുന്നില്ലെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പണം കൊടുക്കണം. ആർക്ക്? യുണൈറ്റഡ് നേഷൻസിന്. അതാണ് കാർബൺ ഫണ്ട്. ആ പണം എന്താണ് ചെയ്യുന്നത്? ആ പണം ഇത്തരത്തിലുള്ള മലബാരങ്ങളിൽ ജനങ്ങൾക്ക് അവരുടെ ജീവിത സാഹചര്യം നല്ല രീതിയിലാക്കാനും അവിടെ വനവൽക്കരണം നടത്താനും അവർക്ക് ആ പണം കൊടുക്കണം. 5 പൈസ ഈ ഫണ്ടിൽ നിന്ന് ഈ മലയോര മേഖലയിൽ ഈ പശ്ചിമഘട്ടത്തിൽ ഒരാൾക്ക് കിട്ടിയിട്ടില്ല. ഈ പണം മുഴുവൻ ഈ IFSകാർ കൊള്ളടിച്ചു പോകുന്നത്. രാഷ്ട്രീയക്കാർക്ക് പോലും അറിയില്ല സത്യത്തിൽ ഈ പണം എങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ അവരുടെ ആവശ്യം എന്താണ്? ഇവിടെ വനവ്യാപ്തി വർദ്ധിക്കണം. ഇവിടെ കേരളത്തിലെ വനം 10,000 ഹെക്ടർ വർദ്ധിച്ചു എന്ന നിയമസഭയിൽ കൊടുത്ത കണക്ക്. ഭൂമി വെട്ടുവരുമോ? അപ്പൊ എങ്ങനെയാണ് വനം വർദ്ധിച്ചത്? എൻക്രോച്ച് ചെയ്യാണ്. എൻക്രോച്ച് കേരളത്തിലെ ഏറ്റവും വലിയ എൻക്രോച്ചേഴ്സ് എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആണ്. റവന്യൂവിന്റെ ഭൂമി, PWയുടെ ഭൂമി, കൃഷി ഫാമിന്റെ ഭൂമി. ഇവിടുത്തെ മുണ്ടേരി ഫാം പത്രക്കാർ നിങ്ങൾ ഇന്നൊന്ന് പോയി അന്വേഷിക്കണം. 1500 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു മുണ്ടേരി ഫാമിന്. 500 ഏക്കർ ഇവർ പിടിച്ചെടുത്തു. EFL എന്ന് പറഞ്ഞിട്ട്. EFL എന്ന് പറഞ്ഞ സർക്കാരിന്റെ ഭൂമി തന്നെ പിടിച്ചെടുക്കുന്നു. ഇപ്പൊ എന്താ? പുഴയിലേക്ക് കിടക്കുകയാണ്. അതാണ് ഈ ഭേദഗതിയുടെ ഏറ്റവും വലിയ വിഷയം. നിങ്ങൾ ശ്രദ്ധിച്ചു, നമ്മളൊക്കെ വെള്ളം കുടിക്കുന്നവരാണ്. കേരളത്തിന്റെ അനുഗ്രഹം തന്നെ 44 പുഴയാണ്. ഇപ്പൊ നിലമ്പൂർ കരുളായി ഫോറസ്റ്റിൽ നിങ്ങൾ പോയാൽ കരുളായി പുഴക്ക് അക്കരെയാണ് ഫോറസ്റ്റ്. ആ അക്കരയായിരുന്നു ജണ്ട ഉണ്ടായിരുന്നത്. ഇപ്പൊ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ആ ജണ്ട എടുത്ത് പുഴയുടെ ഇക്കരെ കൊടുത്ത് വെക്കുകയാണ്. ഇക്കരെ കൊടുത്ത് വെച്ചാൽ എന്തായി? വനാതിർത്തി പുഴൻ്റെ ഇക്കരയായി. പുഴ അവരുടേതായി. വെള്ളത്തിന്റെ അവകാശം അതിനുള്ള നിയമ ഭേദഗതി വരിക. ഇതുവരെ അത് നിയമ സാധുതയില്ലായിരുന്നു. ഇപ്പം അതിന് നിയമ ഭേദഗതി കൊടുക്കുകയാണ്. ഈ കണ്ട് കാണപ്പെട്ട പഞ്ചായത്തുകൾ എവിടുന്നാണ് വെള്ളം എടുക്കുക?
ഇപ്പോൾ വരുന്ന പുതിയ നിയമത്തിൽ ഈ അമിതാധികാരം കൊടുക്കുന്നതോടൊപ്പം പുഴയിൽ നിന്ന് മലയിൽ നിന്ന് ആരംഭിക്കുന്ന പുഴകൾ ഉത്ഭവം അവിടെയാണ്. അതുകൊണ്ട് ഈ വെള്ളത്തിൻ്റെ ഓണർഷിപ്പ് അവർക്കാണെന്ന് അവരുടെ വാദം. പഞ്ചായത്തിന് കുടിവെള്ള പദ്ധതി ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ ജലജീവൻ എന്ന് പറഞ്ഞ കോടികൾ കേന്ദ്രത്തിൻ്റെ പൈസ കൊണ്ട് ഇവിടെ വലിയ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുക. 700 കോടിയുടെ കുടിവെള്ള പദ്ധതിയാണ് നിലമ്പൂർ നടക്കുന്നത്. ഇതിന് വെള്ളം എടുക്കേണ്ട ചാലിയാർ പുഴയിൽ നിന്നാണ്. നാളെ ഇവരുടെ പെർമിറ്റ് വേണം, ചെറിയ കാര്യമല്ല. അപ്പം ഈ വനവ്യാപ്തി വർദ്ധിപ്പിക്കുക. പുഴ ഇക്കരത്തെ ജണ്ടിട്ട് കഴിഞ്ഞാൽ എന്തായി? എത്ര ഹെക്ടറാ കൂടി പോവുക? അപ്പം ഇങ്ങനെ ഹെക്ടറുകൾ വർദ്ധിപ്പിക്കുക. ഇത് മൈക്രോസ്കോപ്പ് വെച്ച് ഇങ്ങനെ നോക്കുകയാണ് ഈ IFSകാർ. അതിനുള്ള മാർഗങ്ങൾ തേടുകയാണ്. ആ മാർഗങ്ങൾ അവർ ഇംപ്ലിമെൻ്റ് ചെയ്യാണ്. മനസ്സിലായില്ലേ? ഒരാളും അറിയാതെയാണ് ഈ കയ്യേറ്റം നടക്കുന്നത്. PWD നിലമ്പൂർ CNG റോഡ് നിങ്ങളൊന്ന് പോയി നോക്കൂ. ബ്രിട്ടീഷുകാരുടെ കാലത്തിലാണ് 30 മീറ്റർ വീതി ഉണ്ടായിരുന്നു പഴയ 1800-ലെ അവരുടെ സർവേയിൽ. ഇന്ന് എത്ര മീറ്ററാണ് വീതി? റോഡിൻ്റെ വക്കത്ത് അതിർത്തിയിൽ കൊടുത്തിട്ട് മരം വെക്കും ഇവർ. കാരണം എന്താ? പിറ്റേത് കുറച്ച് കഴിയുമ്പോഴേക്കും മുളയൊക്കെ ആണെങ്കിൽ 1 വർഷം കൊണ്ട് അത് 1 മീറ്റർ വട്ടത്തിൽ വരും. അതോടുകൂടി ആ വനത്തിൻ്റെ അതിർത്തി ഇപ്പുറത്തായി. പക്ഷികൾ തൂറി ഒരു കാഷ്ടിച്ചിട്ട് അവിടെ ഒരു വിത്ത് മുളച്ചാൽ അത് അതിർത്തിയാക്കി ഇവർ കാണുകയാണ്. എത്ര വിഷയത്തിൽ നമ്മൾ ഇടപെട്ടു. PWD എഞ്ചിനീയർമാർ ഒരു രക്ഷയില്ല. അവർക്കൊന്നും അങ്ങോട്ട് അടുക്കാൻ കഴിയില്ല. അപ്പോൾ അവർ കേസ് ബുക്ക് ചെയ്യും. എഞ്ചിനീയർ അവരോട് പറയും തൊട്ടു പോകരുത്. ഇപ്പം നമ്മുടെ പ്രളയത്തിൽ തകർന്ന ചുങ്കത്രയിലെ പാലം റീകൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിലേക്കെല്ലാം ഓപ്പറേഷൻ റോഡ് കൊടുക്കില്ല. 50 കൊല്ലമായി ബസ് ഓടിയ റൂട്ടാണ്. 3.5-4 മാസം പോയി അവസാനം ചെറിയ ഗുണ്ടായിസം ജനങ്ങൾ കാണിച്ചിട്ടാണ് ഫോറസ്റ്റ് അത് വിട്ടുകൊടുത്തത്. അപ്പോൾ ഇതൊരു വലിയ 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 വിഷയമാണ്. ആ വിഷയത്തിലേക്ക് ഇടുത്തി പോലെയാണ് ഈ നിയമം വരുന്നത്. അതുകൊണ്ടാണ് ഇത് ഏറ്റെടുത്ത് ജനങ്ങളുടെ ശ്രദ്ധയിൽ. കാരണം ഇത് മൂടി വെക്കപ്പെട്ട നിയമ ഭേദഗതിയാണ്. അതും കൂടി പത്രക്കാർ ശ്രദ്ധിക്കുക. സാധാരണ ഇത്തരത്തിലുള്ള ഭേദഗതികൾ വരുമ്പോൾ പബ്ലിക് ഒപ്പീനിയൻ എടുക്കും, അവരുടെ പരാതി സ്വീകരിക്കും, പത്രങ്ങളിൽ വലിയ കോളം പരസ്യം നൽകും, സമയം കൊടുക്കും. ഒന്നും ഉണ്ടായിട്ടില്ല. നവംബർ 1-ാം തീയതിയാണ് ഇതിൻ്റെ കരട്. ഈ പറയുന്ന മന്ത്രിമാർ, CPIയുടെ 4 മന്ത്രിമാരുണ്ടല്ലോ, വലിയ പ്രകൃതി സ്നേഹികളാണല്ലോ അവർ, വലിയ മനുഷ്യ സ്നേഹികളാണല്ലോ. മിണ്ടിയവർ ഇവരടക്കല്ലേ ഒപ്പിട്ട് കൊടുത്തത്. കേരള കോൺഗ്രസിൻ്റെ മാണി ഗോവിൻ്റെ റോഷി അഗസ്റ്റിൻ ഉണ്ടല്ലോ, മലയോര കർഷകരുടെ രക്ഷകൻ. എന്തേ റോഷി പ്രതികരിക്കാതിരുന്നത്? അവിടെ ഇരുന്ന് കൊണ്ട് അത് ഒപ്പിട്ട് കരടിന് അനുമതി നൽകി മന്ത്രിസഭാ യോഗം. ആ യോഗത്തിൽ ഈ പറയുന്ന റോഷിയും ഈ പറയുന്ന CPI മന്ത്രിമാരുണ്ട്. ഇടുക്കിയിലും കോട്ടയത്തും കർഷകർ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ നേതാക്കന്മാരെയും കൂട്ടി മുഖ്യമന്ത്രിയെ പോയി കണ്ടിട്ട് ആശങ്ക അറിയിച്ചു അല്ലേ? അപ്പോൾ ഈ ജനനി ആരെയാണ് കാത്തിരിക്കേണ്ടത്? അപ്പോൾ ഈ നിയമം ഒരു കാരണവശാലും അസംബ്ലിയിൽ വന്ന് ചർച്ച നടന്നാൽ പാസ്സാവും. എനിക്ക് കേരളത്തിലെ പ്രതിപക്ഷ നേതൃത്വത്തോട് അങ്ങേയറ്റം അഭ്യർത്ഥിക്കുന്നത് അത്രയും സീരിയസ് ആണ്. മലയോര കർഷകർ, ഇവിടുത്തെ പൊതുസമൂഹം എല്ലാവരും ഈ വിഷയത്തിൽ ഇടപെടണം. ഇത് 1,30,00,000 മാത്രമല്ല ബാധിക്കുന്നത്. കോഴിക്കോട്ടങ്ങാടിയിൽ കുരങ്ങാണ്, സെക്രട്ടേറിയറ്റിൽ കുരങ്ങാണ്, കേരളത്തിൻ്റെ ഹൈക്കോടതിയിൽ കുരങ്ങാണ്. ഫയൽ വെക്കാൻ വയ്യ, ഭക്ഷണം ഉണ്ടാക്കാൻ വയ്യ. കാട്ടിൽ നിന്നിറങ്ങി നാട്ടിലെത്തി. കോഴിക്കോട് അങ്ങാടി കൂടെ ആന മാർച്ച് ചെയ്യും. നിലമ്പൂർ ATM കൗണ്ടറിൽ ആനയാണ്, നടു റോട്ടിൽ, നടു അങ്ങാടിയിൽ. ഇത് പെരുകയാണ്. ഇതെന്ത് ഇതിൽ നിയന്ത്രിക്കണ്ടേ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 2024 ജനുവരിയിൽ 1972 ഈ വന നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് പറഞ്ഞ് ഒരു MLA എന്ന നിലയ്ക്ക് സുപ്രീം കോടതിയിൽ റിട്ട് ഫയൽ ചെയ്ത് തന്നെ PV അൻവർ ഇന്ന് 4 ആളുണ്ടാക്കാൻ തുടങ്ങിയല്ല. ഈ ഫെബ്രുവരിയിൽ അന്ന് LDFൻ്റെ കൂടെയാണ്. ആ കേസ് 3 വട്ടം സുപ്രീം കോടതി കേട്ടു. ഈ വർഷം 2024 എന്താ സുപ്രീം കോടതി പറഞ്ഞതെന്നറിയാം നിങ്ങൾ? ഈ പറയുന്ന വിഷയത്തിൽ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. സുപ്രീം കോടതിക്ക് ഈ വിഷയത്തിലൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ കേരളത്തിൻ്റെ ഗ്രീവിയൻസ്, നമ്മൾ 20 കൊല്ലത്തെ ഇവിടുത്തെ ഗ്രീവിയൻസ്, എത്ര ആൾ മരിച്ചു, എത്ര നഷ്ടമുണ്ടായി, ആ കണക്കുകൾ മുഴുവൻ കോടതിയിൽ നമ്മൾ കൊടുത്തതാണ്. ഇത് വായിച്ചിട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു നിങ്ങളുടെ റിട്ട് ഞങ്ങൾ തള്ളുന്നില്ല. ഇതിൽ സ്റ്റേറ്റിന് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇഫ് യു വാണ്ട് യു ക്യാൻ ഫയൽ ദിസ് പെറ്റീഷൻ ഇൻ ദ ഹൈക്കോർട്ട് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട് എൻ്റെ റിട്ട് മടങ്ങിത്തന്നു, തള്ളാതെ മടങ്ങിത്തന്നു. ആ റിട്ട് ഫയൽ ചെയ്യാൻ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ മൊത്തത്തിൽ ലോകരാജ്യങ്ങൾ ഞങ്ങളാ കൊടുത്ത റിട്ടിൽ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ലോകത്ത് നമ്മളെക്കാളും ഫോറസ്റ്റിലെ രാജ്യമാണ് കാനഡ. അത് കഴിഞ്ഞാൽ ഓസ്ട്രേലിയ, അതുപോലെ അമേരിക്ക. ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ഫോറസ്റ്റ് ഉണ്ട്, അവിടെയൊക്കെ വന്യമൃഗങ്ങളുണ്ട്. 5 വർഷം കൂടുമ്പം ഇതിനെ നിയന്ത്രിക്കാനുള്ള ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി പരിശോധന നടത്തി ഇത് പെറ്റുപെരുകി എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കശാപ്പ് ചെയ്യാനുള്ള നിയമം അവിടെ ഉണ്ട്.
ഓസ്ട്രേലിയയിൽ സീസണിൽ നിങ്ങൾക്കറിയോ, അവിടെ ഇതിന് കൾച്ചറൽ യൂണിറ്റുകളുണ്ട്, കമ്മ്യൂണിറ്റി യൂണിറ്റുകൾ. അവർക്ക് സർക്കാർ തോക്ക് കൊടുക്കുകയാണ് കങ്കാരുവിനെ കൊല്ലാണ്. ഒരു കങ്കാരുവിനെ വെടിവെച്ച് കൊടുത്താൽ $100 അവർക്ക് ഇനാം കൊടുക്കുകയാണ്. സുപ്രീം കോടതിയിൽ കൊടുത്താൽ നിങ്ങളത് വായിച്ചു നോക്കണം. അങ്ങനെയാണ് അവിടെ മനുഷ്യർ ജീവിക്കുന്നത്. ഇവിടെ ഒരു വനം മന്ത്രി, എന്താ അദ്ദേഹത്തിൻ്റെ സ്ഥിതി? എന്താ ഇന്നലെ അദ്ദേഹം നിലമ്പൂർ വന്നിട്ട് പറഞ്ഞത്? ഒന്ന് വന്നല്ല നിലമ്പൂരിലേക്ക്. ഒരു ആദിവാസി യുവാവിനെ ചവിട്ടിക്കൊന്ന് ഈ കോലത്തിലാക്കിയിട്ട് തിരിഞ്ഞു നോക്കിയവർ വൈകുന്നേരം 6:30 മണിക്ക് ഈ അപകടമുണ്ടായിട്ട് 11 മണിയോട് കൂടി ആശുപത്രിയിലെത്തിയ പോട്ടെ, അവിടെ കിടന്ന് ചോര വാർന്ന ഒഴുകിയാണ് മരിച്ചത്. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പം നമുക്കറിയാം. അവിടെ വന്നിട്ട് ഫോറൻസിക് സർജന് ചെയ്യേണ്ട സർജറി പോസ്റ്റ്മോർട്ടം ആരാ ചെയ്തത് എന്നുള്ളത് നമുക്ക് പരിശോധിക്കണം. അതുണ്ടായിട്ടില്ല. ചോര വാർന്നിട്ടാണ് മണി മരണപ്പെട്ടത്. ഈ ഫോറസ്റ്റിൻ്റെ നിരുത്തരവാദിത്വം. എന്നിട്ട് ആ ബോഡി ആശുപത്രിയിൽ രാത്രി 10:30 എത്തിയിട്ട് പിറ്റേ ദിവസം 11:30 മണിക്കാണ് ഇൻക്വസ്റ്റ് നടത്തുന്നത്. ഒരു പട്ടിൻ്റെ വില കൽപ്പിച്ചോ മനുഷ്യന്? അയാളുടെ ഫോറസ്റ്റ് ഓഫീസിൽ കയറിയ ആളുകളെ 4 ചില്ലടിച്ച് പഠിച്ചത് അയാൾക്ക് വലിയ പ്രശ്നം. എന്തിനാ അദ്ദേഹം പറഞ്ഞത്? PV അൻവറിനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, വേറെ പല പഞ്ചായത്തിലും വേറെ മണ്ഡലങ്ങളിലും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അവിടെയൊക്കെ MLA-മാർ എൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിച്ച് പ്രശ്നം പരിഹരിക്കുകയല്ലേ ചെയ്തത്. അദ്ദേഹം ശോഭിക്കുന്നവനാണ്, നിങ്ങൾക്കറിയില്ലേ? ഞാനിനി അയാളെ അണ്ടിപ്പരിപ്പ് ഞാൻ തിരുവനന്തപുരത്ത് പോകണോ? കുറേ അണ്ടിപ്പരിപ്പ് ഞങ്ങൾ തിന്നതാ. ഇങ്ങനെ വരുന്നവരെ ഇങ്ങനെ സോപ്പാക്കി വിടുക. അയാൾക്ക് എന്താ പണി? ഈ ഫോറസ്റ്റ് മന്ത്രിയുടെ സംഭാവന എന്താ ഈ 3.5 കൊല്ലത്തിനിടക്ക്? ഈ കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് ചുക്കാണ് ചെയ്തത്? ഒരു മന്ത്രിയായിരിക്കുക. എന്താ ഇപ്പം മാറ്റാത്തത്? എന്താ മാറ്റാത്തത്? ഒരു പാർട്ടിയുടെ NCPയുടെ ഭാഗമായിട്ട് വന്നൊരു മന്ത്രിയെ NCPയുടെ പ്രസിഡന്റാണ് മാറ്റാൻ പറഞ്ഞത്. മാറ്റാത്തതിന് കാരണം എന്താ പറയുക? നമുക്ക് മാറ്റിയാൽ ഈ ബില്ല് ഒപ്പിടേണ്ടത് തോമസ് കെ തോമസ് എന്ന് പറയുന്ന ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട MLA ആയിട്ടുള്ള തോമസ് കെ തോമസാണ്. തോമസ് കെ തോമസ് ഫോറസ്റ്റിൻ്റെ മന്ത്രിയായി വന്നാൽ ഈ അമെൻമെൻറ്റിൽ ഒപ്പിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ സമുദായങ്ങളെ പുറത്താക്കും. അയാൾക്ക് ഈ നാട്ടിലിറങ്ങാൻ കഴിയില്ല.